ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സീസണിന്റെ തുടക്കത്തിൽ ബംഗളൂരു FC നടത്തിയ ഒരു കുതിപ്പുണ്ട്. ആദ്യത്തെ 6 മത്സരങ്ങളിൽ ഒന്നിൽ പോലും അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നില്ല. ഭൂരിഭാഗം മത്സരങ്ങളിലും അവർ വിജയിച്ചിരുന്നു. പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ബംഗളൂരു FC തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് അവരുടെ പ്രകടനം മോശമായി വന്നു. ഇപ്പോൾ അവരുടെ പ്രകടനം വളരെ മോശമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അവസാനമായി കളിച്ച 4 മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, 3 മത്സരങ്ങളിലും ബംഗളൂരു FC പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അവസാനത്തെ മത്സരത്തിൽ അഥവാ ഇന്നലെ നടന്ന മത്സരത്തിൽ ഒഡീഷ FC 2-നെതിരെ 3 ഗോളുകൾക്ക് ബംഗളൂരുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട്, സ്വന്തം തട്ടകത്തിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ബംഗളൂരു FCക്ക് ഈ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതും ആദ്യം 2 ഗോളുകളുടെ ലീഡ് നേടിയിരുന്നു. പിന്നീട് 3 ഗോളുകൾ വഴങ്ങിക്കൊണ്ടാണ് ഈ മത്സരം അവർ കൈവിട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിനു മുൻപത്തെ റിസൾട്ടുകൾ എടുത്തു നോക്കിയാലും ബംഗളൂരു FCയുടെ ഒരു ദയനീയാവസ്ഥയാണ് കാണിക്കുന്നത്. ഹൈദരാബാദിനോട് അവർ സമനില വഴങ്ങിയിരുന്നു. അതുപോലെ തന്നെ മുഹമ്മദൻ SCയോട് അവർ പരാജയപ്പെട്ടിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു മുഹമ്മദൻ SC അവരെ തോൽപ്പിച്ചിരുന്നത്. അതായത് ദുർബലർക്ക് മുന്നിൽ പോലും അടിപതറുന്ന ഒരു ബംഗളൂരു FCയെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതിനു മുൻപ് ജംഷഡ്പൂർ FCയോട് 1-നെതിരെ 2 ഗോളുകൾക്ക് അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് തുടക്കത്തിലൊക്കെ ആളിക്കത്തി, പക്ഷെ ഇപ്പോൾ അത് അണഞ്ഞ് ചാരമായി എന്നുള്ളതാണ് വസ്തുത. ഇനിയിപ്പോൾ ബംഗളൂരു ഒരു തിരിച്ചുവരവ് നടത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്ത് അവരുണ്ട് എന്ന കാര്യം നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. 17 മത്സരങ്ങളിൽ 8 വിജയങ്ങൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. 4 സമനിലകൾ, 5 തോൽവികൾ, അങ്ങനെ 28 പോയിന്റുമായാണ് ബംഗളൂരു FC ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ ബംഗളൂരു FCയുടെ എതിരാളികൾ കരുത്തരായ മോഹൻ ബഗാനാണ്. ആ മത്സരം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.